Did you miss us? Because we missed you. ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ റീസെൻ്റ്ലി ലേഡീസ് എല്ലാം കൂടെ ആലപ്പുഴയിൽ നമ്മുടെ ബാക്ക് വാട്ടേഴ്സിൽ ഒരു ബോട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു ഹൗസ് ബോട്ടൊക്കെ റെൻറ്റിനൊക്കെ എടുത്ത് ഫുൾ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തു കേട്ടോ. ഇറ്റ് വാസ് എൻ അമേസിങ് എക്സ്പീരിയൻസ്. ജലമർമ്മനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗോഡ്സ് ഓൺ ക്രൂസാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഇവിടെ ആണെങ്കിൽ 2000 കൂടുതൽ ഹൗസ് ബോട്ട്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ ആവശ്യം അനുസരിച്ച്, നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച്, നമ്മുടെ ഹെഡ് കൗണ്ട്സ് ഒക്കെ അനുസരിച്ച് നമുക്കിഷ്ടമുള്ള ഹൗസ് ബോട്ട് നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യാം, അഡ്വാൻസ് ആയിട്ട്. ഇല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പം തന്നെ അവിടെ ഏജൻസ് കാണും. അവർ നമ്മളെ ഹൗസ് ബോട്ടൊക്കെ ടൂർ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഹൗസ് ബോട്ട് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഉടൻ തന്നെ ബുക്ക് ചെയ്ത് നമുക്ക് ട്രാവൽ ചെയ്യാവുന്നതായിരിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ ചെന്നപ്പോഴേ ഞങ്ങൾക്ക് പ്രൈവറ്റായിട്ടൊരു ഹൗസ് ബോട്ടായിരുന്നു വേണ്ടിയത്. ബിക്കോസ് നമ്മൾ ലേഡീസ് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ സോ വി വാണ്ടഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് സെക്യൂർഡ് ബോട്ട്. അപ്പോൾ ഇതൊരു ചെറിയ ഹൗസ് ബോട്ടായിരുന്നു. ഇതിനകത്ത് 2 ബെഡ്റൂം അറ്റാച്ച് ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. അതുകൂടാതെ ഒരു ഡൈനിങ് ഏരിയയും ഒരു ലിവിങ് ഹാൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ ഒരു ഡെക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇതിൻ്റെ ടെറസിൽ പോയി കഴിഞ്ഞാലും നമുക്ക് അവിടെ ഇരിക്കാം. ആൻഡ് ഇറ്റ് ഈസ് ക്വൈറ്റ് സ്പേഷ്യസ്, ഇറ്റ് വാസ് ക്വൈറ്റ് നീറ്റ്. പിന്നെ കിച്ചൺ ഉണ്ടായിരുന്നു. ഞങ്ങളെടുത്ത പാക്കേജിൽ ഒരു വെൽക്കം ഡ്രിങ്കും പിന്നെ ഉച്ചയ്ക്ക് ലൈവ് ലഞ്ച് അവർ പ്രിപ്പയർ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ നമുക്ക് ഈവനിങ്ങിൽ ചായയും സ്നാക്സും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ചെന്നപ്പോഴേ ഞങ്ങൾക്ക് ഒരു വെൽക്കം ഡ്രിങ്കൊക്കെ കിട്ടി. ഇറ്റ് വാസ് ഗുഡ്, റിഫ്രഷിങ്. പിന്നെ ലഞ്ചും അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂടെ തന്നെ ഈ ബോട്ട് ഓടിക്കാനായിട്ടുള്ള ഒരു ക്യാപ്റ്റനും പിന്നെ ഒരു ഷെഫും ഉണ്ടായിരുന്നു കേട്ടോ. വേമ്പനാട് കായൽ നമ്മുടെ ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് ലേക്കാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുന്നേ, ലൈക്ക് 8-9 ഇയേഴ്സ് മുന്നേ ഞങ്ങൾ ഇങ്ങനെ ഹൗസ് ബോട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അന്ന് വൈഗക്കുട്ടി വാസ് ഹാർഡ്ലി 6 months. ഇപ്പോൾ അവൾക്ക് മനസ്സിലാവുന്ന ഒരു പ്രായമാണ്. അപ്പോൾ അവൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനും തിരിച്ച് ജർമ്മനി പോയിട്ട് അവൾക്ക് സ്കൂളിലെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ആക്കാൻ വേണ്ടിയിട്ടും കൂടാണ് ഞാൻ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. Not a baby anymore. I'm 10. Please, Seta. Please, Seta. എത്ര പേർക്ക് പറ്റും? നമുക്ക് എല്ലാവർക്കും പോവായിരുന്നു. ക്യാപ്റ്റൻ വൈഗ. അത് വേണ്ട. കുൽഫി 3 കുൽഫി എടുത്തല്ലേ? ഒരു കുൽഫിയും കൂടെ തരണേ. 4. ഓക്കെ, കൊടുക്ക്, പൈസ കൊടുക്ക്. എത്രയായി? 120. അത് കൊടുക്ക്. 150 ആണേ. തന്നോളൂ. അത് വെച്ചോളൂ. താങ്ക് യു. ബൈ. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ബോട്ട് ഒരു കരയിലോട്ട് അടുപ്പിച്ച് ആ കാണുന്ന തെങ്ങയിലോട്ട് കെട്ടിയിട്ടു കേട്ടോ. ഇത് നമുക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിർത്തിയേക്കുന്നത്. അങ്ങനെ ഇതേ സ്പോട്ടിൽ അങ്ങനെ കുറേ ബോട്ടുകൾ നേരത്തെ വന്നതും ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അവർക്ക് ഫുഡ് കഴിക്കാനായിട്ടാണ് കേട്ടോ. ഉച്ച സമയമായതുകൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ ഫുഡ് കൊണ്ടുവരുന്നു. അതാണ് സാമ്പാർ, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, നല്ല നാടൻ കോഴിക്കറി ആയിരുന്നു ഗൈസ്. പിന്നെ ക്യാബേജ് തോരൻ ഉണ്ടായിരുന്നു, സലാഡ് ഉണ്ടായിരുന്നു, നമ്മുടെ തൈര് ഒഴിച്ചിട്ടുള്ള ഒരു രായത്ത ഉണ്ടായിരുന്നു, പിന്നെ കരിമീൻ പൊള്ളിച്ചതാണോ വറുത്തതാണോ
മണം ഭയങ്കര മണമായിരുന്നു കേട്ടോ. ആ ബോട്ടിൽ ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു, നല്ല വിശപ്പായിരുന്നു അതുകൊണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ ബുള്ളറ്റ് റൈസ്, ഞാൻ അതിന് ബുള്ളറ്റ് റൈസ് എന്നാണ് പറയുന്നത്, നല്ല വണ്ണമുള്ള. ഞങ്ങൾ കഴിക്കാൻ തുടങ്ങിയതും ഭയങ്കര കാറ്റും മഴയും ഗൈസ്. അതുവരെയുള്ള നല്ല ആ ക്ലൈമറ്റ് അങ്ങോട്ടങ്ങ് മാറി ഭയങ്കര കാറ്റും മഴയായി, ബോട്ടൊക്കെ ആടാൻ തുടങ്ങി. പക്ഷേ നമ്മൾ ഫുഡ് നന്നായിട്ട് എൻജോയ് ചെയ്തു, അടിപൊളി ഫുഡായിരുന്നു. എന്തായാലും ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ക്ഷീണമൊക്കെ മാറ്റിയപ്പോൾ എന്താ നമ്മുടെ മുന്നിൽ വലിയൊരു കൊമ്പൻ വരുന്നു കേട്ടോ. ആ ഹൗസ് ബോട്ടിൽ നിന്നാണെങ്കിൽ ലൗഡായിട്ട് പാട്ടും മ്യൂസിക്കും ഒക്കെ വരണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്കും കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയാലോ. പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ, അങ്ങനെ സ്ട്രെയിറ്റ് ഞങ്ങൾ എല്ലാവരും കൂടെ ഡെക്കിൽ പോയി. अन्ना के जैसा चश्मा लगा के कोकोनट में लस्सी मिला के आ जाओ सारे लूट बना ഹൗസ് ബോട്ടിലെ യാത്രയൊക്കെ ചെയ്തതിന് ശേഷം തിരിച്ച് വീട്ടിൽ പോവാണ് ഗൈസ്. ഇറ്റ് വാസ് ആൻ അമേസിംഗ് വൺ ഡേ ട്രിപ്പ് വിത്ത് ദ ലേഡീസ് ഔട്ട്. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഗൈസ്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ എന്നും കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞങ്ങൾ അടിച്ചു പൊളിക്കുന്നത് ഒരു ലേഡീസ് ഓൺലി ട്രിപ്പ്. ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. സബ്സ്ക്രൈബ് ടു മൈ സിസ്റ്റേഴ്സ് ചാനൽ, മൈ ദീദീസ് ചാനൽ. Bye. Bye. Did you enjoy? I love You love the speedboat.